എന്റെ ഹൂസ്റ്റലിലെ പ്രസംഗം ഒരാൾ അയച്ചിരുന്നാണ്. ഞാനത് കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെയാണ് മനസ്സിലാവുന്നത്. അവരെങ്ങനെ സഹിച്ചോണ്ടിരുന്നത്. ആ നീ ഇപ്പൊ അമേരിക്കക്കാരെ വിളിക്കുമോ? അച്ഛന്റെ പ്രസംഗം കേട്ടാൽ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഇത് ബയോളജി ക്ലാസ് ആണോ കുക്കിംഗ് ക്ലാസ് ആണോ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്. ആ കാപ്പുകുടി അച്ഛന്റെ പ്രസംഗം എന്ത് രസമാണ് കേൾക്കാൻ. എല്ലാവരും കേട്ടിരുന്നു പോകും. അതുപോലുള്ള കുറച്ച് കോമഡിയൊക്കെ പ്രസംഗത്തിൽ കൊണ്ടുവന്നൂടെ? ശരിയാ, ഇപ്പൊ എല്ലാവർക്കും കോമഡിയൊക്കെ ദൈവനാമത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. രോഗശാന്തിമാരുണ്ടെന്നൊക്കെ ആൾക്കാരുണ്ടെന്ന് വിളിക്കുന്നത്. എനിക്കൊരു ചോര പിടിക്കുന്ന കുറച്ച് മാസം കപ്സർ പോലെ എനിക്കുണ്ടോ കൊണ്ടേ കുറച്ച് നെറ്റ് പോകണമല്ലോ. ഇതാണല്ലോ വിളിക്കുന്നത്. ഹലോ, അതെ 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 ഞാൻ തന്നെ ഗവർണർ ഡോക്ടർ തന്നെ വിളിച്ചായിരുന്നില്ലയോ? ഞാനിവിടെ കുറച്ചാളില്ലായിരുന്നു. ഞാൻ ഹൂസ്റ്റൺ അമേരിക്കയിൽ അവിടെ ഒരു കൺവെൻഷൻ പങ്കെടുക്കാൻ പോയായിരുന്നു. എന്താ പേര്? എവിടുന്നാ വിളിക്കുന്നത്? പാരീസ്. പാരീസ്. 3 ദിവസം ഞാൻ തന്നെ കാണുന്നു. എനിക്ക് ഒന്നാമതേ സമയമില്ല. ഈ രോഗശാന്തി പ്രവചനങ്ങളും ഒക്കെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ തിരക്കാണ്. അടുത്ത മാസം 10, 12. ഒരു മിനിറ്റ്, ഞാനൊന്നുകൂടെ നോക്കട്ടെ. ഡയറി നോക്കട്ടെ. 10, 11 വാസപ്രാർത്ഥന അതല്ല മാറ്റി വെക്കണം. ഹലോ, ഒരു കാര്യം ശരിയാക്കിയത്. സമയമുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളെ കുടുംബമായിട്ട് അങ്ങോട്ട് വരാവുന്ന അതായിരുന്നു സന്തോഷം. അത് തന്നെയല്ല, 2 ആഴ്ച മുന്നേ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നു. അതെ, ഞാനും വൈഫും കൂടെ പാരീസിൽ ഈഫലിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച കർത്താവിനെ കാണിച്ചത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ പാസ്പോർട്ടിന്റെ മറ്റു കാര്യങ്ങളാണ് അയച്ചത്. വിസയുടെ കാര്യം പ്രൊസീഡ് ചെയ്തു. എന്താ വേണ്ട? മദ്രാസ് ബ്രദർ എവിടുന്നാ വിളിക്കുന്നു? നേരത്തെ പറയണ്ട. നമ്മൾ ചെന്നൈ പാരീസിൽ ഒരു ഞാൻ ഒന്നുകൂടെ ഡേറ്റ് നോക്കിയിട്ട് വിളിക്കാം. നല്ല കാര്യമായിരുന്നു. ചെന്നൈയിലെ പാരീസ് സ്ഥലപ്പേര് വരുന്നത് പ്രശ്നങ്ങൾ. ഇനി സ്വപ്നം വന്ന് പ്രാർത്ഥിച്ചു നിന്ന് വന്നാൽ ഞാൻ സ്വന്തമായിട്ട് പ്രസംഗം പഴയത് തിരിച്ചു മറിച്ച് പ്രസംഗിച്ചു വന്നിട്ട് എനിക്ക് തന്നെയാണ്. ചില താമസമെന്ന് വിചാരിക്കുന്നു.
എടി മറിയാമേ, എന്തോ എടി ഇനി ഞാൻ പറഞ്ഞോളൂ, ഒരു കണ്ണൻ കാപ്പി ഇട്ടോളൂ. ഇനിയിപ്പോ പഴയ പ്രസംഗം തന്നെ ഒഴിവാക്കി ഇത് ഇവാഞ്ചലിസ്റ്റ് ഡോക്ടർ ഉലഹനോ, ക്രിസ്ത്യ ഗോളത്തിൽ അറിയപ്പെടുന്ന സുവിശേഷകൻ. സുവിശേഷത്തിന്റെ പേരിൽ 7 കടൽ താണ്ടി സഞ്ചരിച്ച് തന്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചത്. ഒരു ദിവസം വചനം ധ്യാനിക്കുമ്പോൾ ഉറക്കത്തിൽ തീവ്രമായ പ്രകടനം, മനുഷ്യ മനസ്സിന്റെ അതിർത്തിക്കപ്പുറത്ത് സ്വർഗീയ കാഴ്ചകൾ കാണുന്നു. ഉലഹനാൻ കണ്ട ആ സ്വർഗീയ കാഴ്ചകൾ 1 കോരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ഒരു ലഘു ചിത്രീകരണം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതിലെ പോരായ്മകൾ സദയം ശ്രമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്റ്റെസി ദുബായ് യൂത്ത് യൂണിയൻ കാഴ്ചവെക്കുന്നു. പ്രതിഫലമുള്ള പ്രവർത്തികൾ എങ്കിലും എന്റെ തോമാച്ച കർത്താവ് ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചു. സത്യത്തിൽ എനിക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കളിച്ച് കൊണ്ടുവരുന്ന ഞാൻ പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് വെറുതെ അച്ഛൻ എന്തുതന്നെ വിളിക്കും. ഞാൻ വരുന്നതിന്റെ വേദന പറഞ്ഞ് ഒഴിഞ്ഞു മാറൊക്കെ ചെയ്യുന്ന ഒരു ദിവസം എന്റെ ഭാര്യ അങ്ങനെ നിർബന്ധിക്കുക. ആ നിർബന്ധത്തിൽ ഒരു ദിവസം ഞാൻ വഴങ്ങി കൊടുത്ത അവിടെ പോയി ഞാൻ രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ഇവിടെ എത്താൻ പറ്റും. അച്ഛായ ആ കൊള്ളാമല്ലോ, എവിടെ നിന്ന് കിട്ടി ഇത്രയും പ്രവർത്തികൾ? എന്റെ തോമസേ, ഇയാള് കഴിഞ്ഞിടയിലെ വിശ്വാസത്തിൽ വന്നത്. ഞാൻ എത്ര നാളായിട്ട് കർത്താവിന്റെ വേലയിൽ ഇങ്ങനെ വയലിൽ വർക്ക് ചെയ്തോണ്ടിരിക്കണം. അതിനാണ് നിമിത്തരായി പ്രവർത്തികളല്ല. ഈ പുറത്തെന്തുവാ? അത് കുറച്ച് പ്രത്യേക പ്രവർത്തികളാണ്. എനിക്ക് കുറച്ച് മൊമെന്റോ ഒക്കെ കിട്ടിയതിനെ പ്രത്യേക സൂക്ഷിച്ചു വെച്ചേക്കും. ആദ്യ ദിവസത്തെ കല്യാണം മനോഹരമായിരിക്കുന്നു. എന്റെ തോമസേ, ഞാൻ കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കുവായിരുന്നു കേട്ടോ. അവിടെ ഒരാൾ നിൽക്കുന്നത് ആ ആളുടെ കയ്യിൽ ഇത്രമാത്രം പ്രവർത്തിയാണ്. എങ്ങനെ ഇത്രയും സമ്പാദിച്ചു? അച്ഛായ, അത് പൗലോസപ്പോസ്തലനല്ലേ? ഇവരെയൊക്കെ കാണാൻ ഭാഗ്യം ലഭിച്ചല്ലോ. ഓ, പൗലോസപ്പോസ്തലൻ. ഒന്ന് പോയി കണ്ടിട്ട് വരാം, പരിചയപ്പെട്ടിട്ട് വരാം. വേണ്ട വേണ്ട, വെറുതെ വെക്കാതെ നമ്മൾ അവരോടും കൂടെ യുവകാലം നശിക്കാൻ പോവല്ലേ. പതുക്കെ പോയി നമുക്ക് പരിചയപ്പെടാം. ഓ, പൗലോസ്, തോമസ്, എനിക്ക് വയ്യ. ദൈവത്തിന് സ്തോത്രം. ഓ, തോമസിന്റെ പ്രവർത്തനം മോശമാണെന്ന്. അച്ഛാന്റെ അത്രയും പ്രവൃത്തി ഇല്ലെങ്കിലും ദൈവം തന്ന സമ്പത്ത് വെച്ച് ഞാൻ ആരും അറിയാതെ കുറച്ച് പാവങ്ങളെയൊക്കെ സഹായിച്ചു. അതിന്റെയൊക്കെ പ്രതിഫലം അച്ഛാ. അല്ലാതെ എനിക്കവിടെ നിന്ന് കിട്ടാനാ. നോക്കട്ടെ നോക്കട്ടെ. കുഴപ്പമില്ല. എന്ത് മനോഹരമായ ഞാനിവിടെ നോക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പല സഹോദരന്മാരും സഹോദരിമാരും ഒന്നും ഇവിടെ കാണുന്നുണ്ട്. അവരിവിടൊക്കെ കാണുമെന്നേ ഉറപ്പായിട്ടും. ഞാനിവിടെ എത്തിയല്ലോ, പിന്നെ അവരൊക്കെ കാണാതിരിക്കുന്നു. എന്റെ തോമാച്ച, നമ്മുടെ പള്ളിയിലെ ദോശ ഇവിടെ കാണും. എന്തുമാത്രം ദൂസം നമ്മുടെ പള്ളിയിൽ കൊണ്ട് തരണം. എന്തായാലും ദോശയുടെ പ്രവർത്തി ദൈവം നടക്കാതെ. എന്റെ അച്ഛാ, നമ്മുടെ അച്ഛനെ കപ്പയാരെ കണ്ടില്ലല്ലോ. പിന്നെ അച്ഛനെ കപ്പയാരെ വരുന്നുണ്ട്. കപ്പയാരെ പോകാത്ത പിള്ളാരെ കയ്യിലെടുത്ത് അച്ഛനന്ന് എല്ലാവരും കയ്യിൽ കൊടുത്തുകൊണ്ട് ഞാൻ വരുന്നുണ്ട്. അടുത്ത വഴിക്ക് നമ്മുടെ പഴയ സെക്രട്ടറി വിളിച്ചാൽ ഉള്ളോട് പ്രവർത്തിക്കുന്നുണ്ടാവും. ഞാൻ വിളിക്കലാ. ഇത് വന്ന് എല്ലാവരും പോയിട്ട് എല്ലാവരും കൈ കൊടുത്തിട്ട് വരാൻ. പിന്നെ ഞാൻ വിചാരിക്കുമായിരുന്നു ബ്രദർ തങ്കച്ചനില്ല. ആ വിശുദ്ധിയൊക്കെ പ്രസവിച്ച് നടന്ന എന്റെ അച്ഛായ വിശുദ്ധിയോ? അയ്യോ, എന്തൊരു പ്രസംഗമായി. എന്തൊക്കെ കിട്ടുന്നു, എന്തൊക്കെ മുറിക്കുന്നു. അയ്യോ ദൈവമേ,
മേരിക്കുട്ടിയുമല്ലേ വരുന്നത്? എന്റെ ഭാര്യ മേരിക്കുട്ടിയുമാണാ. അവരുടെ കയ്യിലൊക്കെ ഒരു ചെറിയ കവറേ ഉള്ളൂ. തോമസ്, ഈ മറിയക്കുട്ടി എന്നൊക്കെ പറഞ്ഞ നേരെ പാവങ്ങൾ നമ്മളോട് വല്ലതും കർത്താവ് കൊടുക്കാൻ അവരുടെ കയ്യിലാണ്. മറിയക്കുട്ടി വലിയ സന്തോഷത്തിലാണല്ലോ. എന്ത് പറയാതെ സഹോദര, എന്റെ കർത്താവിന് വന്നു. ആ സന്തോഷം ഈ ലോകത്തുള്ള മറ്റെല്ലാ സന്തോഷത്തെക്കാളും വലുതാണ്. നമ്മളെല്ലാവരും എത്തിയല്ലോ. ഓ, എന്റെ പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ട്. അത് മതി. പിന്നാറ്റക്കാരൻ നമ്മളെപ്പോഴും കളിയാക്കിക്കൊണ്ടിരുന്നവർക്ക് പുള്ളി എങ്ങനെ വിളിച്ചു? നമ്മൾ കാണുന്നത് പോലെയല്ല കർത്താവ് ഒരു വ്യക്തിയെ കാണുന്നത്. ശരിയാ, ശരി. അച്ചായ, കഴിഞ്ഞ വർഷം രക്ഷിക്കപ്പെട്ട ആ സുരേഷ് അല്ലയോ ആ എടുത്താൻ പോകാത്ത പ്രവൃത്തിയും കൊണ്ട് വരുന്നത്? ഒരു വർഷം പോലും ആയിട്ടില്ല. അതെ, അതെ, ഞാൻ സുരേഷിന് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് പിടിച്ച് ഭയങ്കര ഭാരം. ഞാനൊന്ന് ഇറക്കി വെക്കട്ടെ. എന്താ സുരേഷ് ഒപ്പിച്ചിത്തരും? എന്റെ അച്ഛയാവ, എന്റെ കർത്താവിന് മഹാകരുണ കൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റി. ഏതായാലും നമുക്ക് എല്ലാവർക്കും ഇവിടെ എത്തപ്പെടാൻ പറ്റിയത് അത് തന്നെ മഹാഭാഗ്യം. എത്തിയല്ലോ. നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കുന്ന സമയം അടുത്തെത്തുന്നു. എല്ലാവരും നിരനിരയായി നിൽക്കുക. ഓരോരുത്തരും ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. അതിനായി ഓരോരുത്തരും പ്രവൃത്തികളുമായി ഈ ഭൂമിയിൽ കാണപ്പെടുന്നു. നിങ്ങളുടെ പണികൾ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോ എന്തു തന്നെയായാലും ഈ അതിനെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തികൾ നിലനിൽക്കുന്നുവെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും. അവന്റെ പ്രവൃത്തി വന്നുപോയാലും അവന് അത് ഛേദം തന്നെയായിരിക്കും. പോകൂ, ഇതിലേക്ക് കടന്നു പോകുക.
അച്ചായന്റെ പ്രസംഗങ്ങളെല്ലാം കുറച്ചൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. നോക്കി ആ മറിയക്കുട്ടിയുടെ ഒന്നും കത്തിയില്ല. മറിയക്കുട്ടി ഇതെങ്ങനെ ഒപ്പിച്ചു മറിയക്കുട്ടി? നിങ്ങളുടെയൊക്കെ ഇടയിൽ ധാരാളം പാവപ്പെട്ട സുവിശേഷക്കാർ ഉണ്ടായിരുന്നു. എന്നാൽ അവരോടൊക്കെ യാതൊരു കാര്യവും തോന്നാതെ പൈസയൊക്കെ വാരിയെറിഞ്ഞ് സുവിശേഷകരേക്കും പ്രൈസും വർഷിപ്പും ഒക്കെ നടത്തിയപ്പോൾ ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടുമെന്ന് വിചാരിച്ചു. ഈ ഏഴ് ദിനങ്ങളുടെ ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ പ്രതിഫലമാണിത്. അല്ലാതെ ഈ ഏഴ് ഒന്നും ചെയ്തിട്ടില്ല. അച്ഛാ, നമ്മുടെ സുരേഷിന്റെ ഒന്നും കത്തിപ്പോയില്ല. എന്റെ സുരേഷ് വിശ്വാസത്തിൽ വന്നിട്ട് 1 വർഷം പോലും ആയി. എങ്ങനെ ഇത് സാധിക്കും? അച്ചായ, ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. നിങ്ങളെപ്പോലെ 10-30 വർഷത്തെ പാരമ്പര്യം ഒന്നും പറയാൻ എനിക്കില്ല. ഈ 1 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട്, പഴി, നിന്ന അതൊന്നും അച്ഛനെ മനസ്സിലാവുകയില്ല. പക്ഷേ ഞാൻ അവർക്ക് സഹിച്ചു. എന്റെ കർത്താവിന് വേണ്ടി നിലകൊണ്ടു. അതിന്റെ പ്രതിഫലമാണ് നല്ലത്. വിഷമിക്കേണ്ട അച്ഛായ, എനിക്ക് എന്റെ പ്രവർത്തിക്ക് ആ ലോകത്ത് വെച്ച് തന്നെ അതിനുള്ള പ്രതിഫലം ലഭിച്ചു. ഈ സുരേഷ്, ഈ മറിയം, ഇവരൊക്കെ കർത്താവിന് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ചു ദൈവത്തോട് പറ്റിച്ചത്. പക്ഷേ ഞാൻ അങ്ങനെയല്ലായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ പോക്ക് നോക്കും? എനിക്ക് വയ്യ. വളരെ നാണകരമായി. സഹോദരന്മാരെ, കടന്നുവരിക. പ്രതിഫലം ലഭിക്കാനുള്ള സമയമാണ്. എന്റെ പ്രതിഫലം നൂതനത്തെ കത്തിപ്പോ നൂതൻ നാണകേടായി. നൂതനത്തെ എന്റെ പ്രതിഫലം കത്തിപ്പോ, എന്റെ പ്രതിഫലം എല്ലാം കത്തിപ്പോ, എന്റെ പ്രതിഫലം എല്ലാം കത്തിപ്പോ. അച്ഛായ കാപ്പി ബാബുക്കുട്ടി, അച്ഛായ കാപ്പി ചോദിച്ചോണ്ടിരുന്ന് ഉറങ്ങുമായിരുന്നു. എപ്പോ പ്രാർത്ഥിക്കായിരുന്നാലും ഇതാ പണി. ബാബുക്കുട്ടി എഴുന്നേറ്റേ, ഇത്തിരി വെള്ളം എടുത്തേ, അച്ഛൻ കൊടുക്കട്ടെ. സ്വർഗത്തിൽ മഴ പെയ്യുന്നേ, സ്വർഗത്തിൽ മഴ പെയ്യുന്നു. ആണോ? മഴയുടെ അച്ചായ വെള്ളം പറിച്ചതാ. അച്ചായ എന്റെ ബാബുക്കുട്ടി, ഞാൻ സ്വർഗത്തിലാണോ ഭൂമിയിലാണ്? എന്താ ഉണ്ടായ അച്ഛായ? എന്റെ തോമാച്ച, എന്താ പറയാ, ഞാൻ ഇവിടെ സ്വല്പം ഒന്ന് വാങ്ങിപ്പോ. നമ്മളെല്ലാരും സ്വർഗത്തിൽ പോകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ദൂതന്മാര് വന്നിട്ട് ആ തീ കൂടെ കടത്തിക്കൊണ്ട് പോകുന്നത്. അത് അച്ഛാന്റെ തോന്നല അച്ഛായ. അതെ അതെ അതെ, എന്നുള്ളതാ ഇങ്ങനെ. എന്റെ തോമസ് തോമലല്ല, നമ്മളെല്ലാരും ഉണ്ടായിരുന്നു. തോമസ് ഉണ്ടല്ലോ ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച. ഞാനോ സ്വർഗത്തിലോ? എന്നാ ഉറപ്പാ സ്വപ്നമാണ്. ബാബുക്കുട്ടി ഉണ്ടായിരുന്നു. ബാബുക്കുട്ടി പ്രവർത്തനം ഒട്ടും കത്തിപ്പോയി. ആഹാ, അച്ചായന്റെയോ? എന്റെ കാര്യമൊന്നും പറയണ്ട ബാബുക്കുട്ടി. എന്റെ പ്രവർത്തനം മുഴുവൻ കത്തിപ്പോയി. എന്തായാലും സ്വപ്നം തന്നെയാ. തോമസ് എന്നാ പറ്റി അച്ചായ? ഞാൻ വളരെ കാര്യമായിട്ട് പറയും. എന്നാ അച്ചായ? നമുക്ക് തരുന്ന ആയുസ് ഒട്ടും നഷ്ടപ്പെടുത്താതെ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ഏത് സമയവും കർത്താവ്, നമ്മുടെ മരണത്തിന് മുന്നേ കർത്താവിന്റെ പേര് നമുക്കാവാം. ഇത് അച്ചായന്റെ യഥാർത്ഥ മനസ്സാന്തരമാണോ അച്ചായ? ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അച്ചായ, എന്നാ കഴിഞ്ഞ വർഷം ശമ്പളം തന്നില്ലേ? എന്റെ വാക്കുട്ടി, ഇതിന്റെ ശമ്പളം മാത്രമല്ല, ഞാൻ 1 മാസത്തെ കൂടുതലും തരും. എന്താ വേണേലും തരും. ഞാൻ സ്വപ്നം കാണുകയാണോ? അച്ഛാ, ഞാൻ പോവാ അച്ഛാ. തോമസ് കുട്ടി വന്നേ. എനിക്ക് തോന്നുന്നു അച്ഛൻ എന്തോ സംഭവിച്ചത്. തോമസ് കുട്ടി ഇങ്ങോട്ട് വന്നു. ഞാൻ പറയണം, ഞാൻ തോമസ് കുട്ടിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പറയും. നോക്കാം, ഒരിക്കലും നഷ്ടപ്പെട്ടു. പ്രതിഫലം നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം, മനോവേദന, ലജ്ജിച്ചവിടെ നിൽക്കുന്നു. എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ. നോക്കാം, എന്റെ പ്രസംഗം, ശുശ്രൂഷ എല്ലാം
എപ്പോഴും ഞാൻ എന്റെ മാനത്തിനും മാറ്റത്തിനും വേണ്ടി മാത്രമാണ് എന്റെ കർത്താവിന് കൊടുക്കേണ്ടുന്നത് പോലെ ഞാൻ മഹത്വം കൊടുത്തിട്ട് ഇനിയുള്ള എന്റെ ആയുസ് ഉത്സാഹത്തിന് മടുപ്പില്ല, ആത്മാവിൽ എരിവുള്ളവനാണ് എന്റെ കർത്താവിന് വേണ്ടി. ഇന്നു മുതൽ നമുക്കൊരു തീരുമാനമുണ്ട്. ദൈവസന്നിധി പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രവർത്തിക്കാൻ നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി നമ്മൾ തുടരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിർണ്ണയ്ക്കായപ്പോൾ പ്രിയരെ നമ്മുടെ കർത്താവിന്റെ പരമാസനമായി ആ പ്രതിഫലം വിഭജിക്കുന്ന നാളിൽ നാം ആരും ലജ്ജിച്ചു പോകാതെ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിലനിൽക്കുന്നതിന് ഈ ഭൂമിയിലെ പ്രവൃത്തികളെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന ആഹ്വാനത്തോടെ ഈ സ്കിറ്റ് ഇവിടെ സമാപിക്കുന്നു. ഈ നാടകത്തിന്റെ സംവിധായകനും അതിലെ കഥാപാത്രങ്ങൾക്കുള്ള പ്രതിഫലം വാട്സനേജിൽ വെച്ച് ശ്രീമാൻ ജോളി വർഗീസിന്റെ നേതൃത്വത്തിൽ നൽകുന്നതായി. ഈ നാടകം നമ്മുടെ മുമ്പിൽ എത്തുന്നതിൽ അഹോരാത്രം പ്രയത്നിച്ച മിസ്റ്റർ സിബി ഉമ്മൻ ആൻഡ് ഫാമിലിയെ ഈ ഇടവകയുടെയും കരോൾ സർവീസിന്റെയും സന്തോഷവും അറിയിക്കുന്നു. തുടർന്നും അവർക്ക് ഇതുപോലെയുള്ള നല്ല കലാസൃഷ്ടികൾക്ക് രൂപം നൽകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ വീട് വീടാന്തരം ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി അറിയിച്ചതിന്റെ തനിമ നഷ്ടപ്പെടാതെ അതിന്റെ ഒളി മങ്ങാതെ ദുബായ് യൂത്ത് യൂണിയൻ അംഗങ്ങൾ ഇവിടെ പുനർ അവതരിപ്പിക്കുന്നു. നമുക്ക് ആ കാലങ്ങളിലേക്ക് കടന്നു പോകാം. Yeah.